Hello friends, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് പാർട്ട് 1 അക്കൗണ്ടൻസിയിൽ നിന്നുള്ള പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്നുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ണർഷിപ്പ് ആക്ടിനെ പറ്റി കുറച്ച് ലോയുടെ സെക്ഷനിൽ കുറച്ച് MCQs കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഡീഷൻസ് അതിലും കൂടി കുറിച്ച് നമുക്ക് പ്രോബ്ലമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. First the question is a true or false question. In the absence of any agreement, partners share profit of the business in the ratio of their capital contribution. അപ്പോൾ ഇത് false ആണ്. കോൺട്രാക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈക്വലി ഷെയർ ചെയ്യണം. അടുത്തത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ നീഡ് നോട്ട് ടു ബി ദ സെയിം. അപ്പോൾ അത് ട്രൂ ആണ്, അത് ഈക്വൽ ആയിരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. പിന്നെ എവരി പാർട്ണർഷിപ്പ് ഫേം മസ്റ്റ് രജിസ്റ്റർ ഇറ്റ്സെൽഫ് വിത്ത് രജിസ്റ്റർ ഓഫ് ഫേംസ്. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് കമ്പൾസറി അല്ല. അപ്പോൾ ഇത് ഫോൾസ് ആണ്. പിന്നെ എ പാർട്ണർ ക്യാൻ അഡ്വാൻസ് ലോൺ ടു ദ പാർട്ണർഷിപ്പ് ഫേം ഇൻ അഡീഷൻ ടു ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം. അപ്പോൾ ലോൺ കൊടുക്കാം, അത് ട്രൂ ആണ്. പിന്നെ എ പാർട്ണർ ക്യാൻ ഡിമാൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടില്ല. അപ്പോൾ ഇത് ഫോൾസ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ കിട്ടുള്ളൂ. അടുത്തത് ഇഫ് എ പാർട്ണർ ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റി ഓഫ് ദ ഫേം ദെൻ ഹി ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ അത് ഫോൾസ് ആണ്. പ്രോഫിറ്റിൽ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈക്വലി ഷെയർ ചെയ്യണം, കിട്ടും. അത് പാർട്ണറിൻ്റെ റൈറ്റാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഷുഡ് ബി അറ്റ് 6% പെർ ആനം പാർട്ണേഴ്സ് ലോൺ ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ ഇത് ട്രൂ ആണ്. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ലോണിൻ്റെ മേലിൽ 6% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. പിന്നെ അടുത്തത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കനോട്ട് ബി പാർട്ണേഴ്സ് ഇൻ ദ സെയിം ഫേം. അപ്പോൾ ഇത് ഫോൾസ് ആണ്. ഇവർക്ക് പാർട്ണേഴ്സ് ആവാം. പിന്നെ വൺ സീനിയർ പാർട്ണർ ഇസ് പ്രിൻസിപ്പൽ ആൻഡ് അതർ പാർട്ണേഴ്സ് ആർ ഇസ് ഏജൻറ്റ്സ്. അപ്പോൾ ഇത് ഫോൾസ് ആണ്. എല്ലാവരും ഈക്വലാണ്, അങ്ങനെ പ്രിൻസിപ്പൽ ഏജൻറ്റ് ഇല്ല. പാർട്ണേഴ്സ് ആർ ദ ഏജൻറ്റ്സ് ഓഫ് ദി ഫേം ആൻഡ് ഈച്ച് അതർ. എല്ലാവരും ഈച്ച് അതറിൽ ഏജൻ്റാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഫേം പ്രിഫർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബി ഷോൺ അറ്റ് ദ എമൗണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പാർട്ണേഴ്സ് ആസ് ക്യാപിറ്റൽ ഇൻ ദ ഫേം then entries of salary, interest drawings, interest on capital drawings and profit are made in ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ക്യാപിറ്റൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റൽ എത്രയാണോ ഫസ്റ്റ് ടൈം കോൺട്രിബ്യൂട്ട് ചെയ്തത് അത് മാത്രമേ ആ ക്യാപിറ്റലിൽ കാണിക്കുള്ളൂ. ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലായിരിക്കും. അടുത്തത് ഇൻ ദ അബ്സെൻസ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ദ പാർട്ട്നേഴ്സ് ആർ ലയബിൾ ടു റിസീവ് ഇൻട്രസ്റ്റ് അറ്റ് ദെയർ ലോൺസ് അറ്റ് 6%. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ ആക്ടിംഗ് ബൈ ദം ഹോൾ ഈസ് നോൺ ആസ് പാർട്ണർഷിപ്പ്. അടുത്തത് എ ഫേം ഹാസ് ഏൺഡ് എക്സ്പെൻഷ്യലി ഹൈ പ്രോഫിറ്റ് ഫ്രം ദ കോൺട്രാക്ട് വിച്ച് ഈസ് നോട്ട് റിന്യൂഡ്. ഇൻ സച്ച് കേസ് ദ പ്രോഫിറ്റ് ഫ്രം ദിസ് കോൺട്രാക്ട് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ. ഈ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടൈം പ്രൊജക്റ്റിൽ ഹൈ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ആകുമ്പോൾ അത് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ, അത് ഗുഡ് വില്ലായിട്ട് ട്രീറ്റ് ചെയ്യില്ല, കാരണം അത് വൺ ടൈമാണ്. അടുത്തത് ഇൻ ദ അബ്സെൻസ് ഓഫ് ആൻ അഗ്രിമെൻറ്റ് പാർട്ണേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഓൺ അഡ്വാൻസസ്, കമ്മീഷൻ, സാലറി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അടുത്തത് പാർട്ണേഴ്സ് ആർ സപ്പോസ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺലി വെൻ പ്രൊവൈഡഡ് ഓൺ അഗ്രിമെൻറ്റ് ഓർ അഗ്രീഡ് ബൈ ദ പാർട്ട്നേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ബോത്ത് എ ആൻഡ് ബി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് അഗ്രിമെൻറ്റിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് മ്യൂച്വലി അഗ്രി ചെയ്താലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കാം. പിന്നെ വെൻ എ പാർട്ണർ ഈസ് ഗിവൺ എ ഗ്യാരണ്ടി ബൈ അതർ പാർട്ണർ ലോസ് ഓൺ സച്ച് ഗ്യാരണ്ടി വിൽ ബി ബോൺ ബൈ എ പാർട്ണർ ഹു ഹാവ് ഗേവ് ദ ഗ്യാരണ്ടി ഓൾ അതർ പാർട്ണേഴ്സ് പാർട്ണർഷിപ്പ് ഫേം. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു പാർട്ണറിന് വേണ്ടി വേറൊരു പാർട്ണർ ഗ്യാരണ്ടി കൊടുത്ത വേണം. വെൻ എ പാർട്ണർ ഈസ് ഗിവൺ എ ഗ്യാരണ്ടി ബൈ ദ അതർ പാർട്ണർ. അപ്പോൾ ഈ ഒരു കേസിൽ പാർട്ണർ ഹു ഗേവ് ദ ഗ്യാരണ്ടി ആയിരിക്കും ലയബിൾ. പിന്നെ അടുത്തതാണ് ഒരു പ്രോബ്ലം പോലെ ഒരു ചോദ്യമാണ്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബി സി ആർ ക്യാപിറ്റൽ ₹50,000, 40,000, 30,000 റെസ്പെക്റ്റീവ്ലി ഫോർ ക്യാരിയിങ് ഓൺ ബിസിനസ് ഇൻ പാർട്ണർഷിപ്പ്. ദ ഫേം റിപ്പോർട്ടഡ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് 80,000 as per provision of the Indian Partnership Act 1932. Find out the share of each partner in above amount after taking into account that no interest has been provided in advance by A of 20,000 in addition to his capital contribution. അപ്പോൾ ഈ ഒരു കേസിനകത്ത് ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. ഞാൻ അപ്പോഴേക്കും കാൽക്കുലേറ്റർ എടുക്കാം. എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല,
അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ വർക്കിംഗ് പേപ്പറിൽ എഴുതി വെക്കുക. ABC പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ താഴെ എഴുതി വെക്കുക. എന്നിട്ട് പ്രോഫിറ്റ് ഇത്രയാണെന്ന് എഴുതി വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ്റെ മെയിൻ പോയിന്റ് എഴുതി വെക്കുക. നോ ഇൻട്രസ്റ്റ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഓൺ അഡ്വാൻസ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോണിൻ്റെ കേസിൽ ആക്റ്റീവ് പറഞ്ഞിട്ടില്ല, പാർട്ണർഷിപ്പ് അഗ്രിമെൻറ്റിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും 6% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ 20,000 ലോൺ തന്നിരിക്കുന്നത്. അപ്പോൾ 20,000-ൻ്റെ 6%. അപ്പോൾ 1,200 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അത് ലോൺ പ്രൊവൈഡ് ചെയ്തത് എ ആണ്. അപ്പോൾ എക്ക് 1,200 രൂപ കുറയണം. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80,000 ആണ്. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് ഇപ്പോൾ പാർട്ണർഷിപ്പിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80,000 മൈനസ് 1,200. അപ്പോൾ 78,800 പാർട്ണർഷിപ്പിന് അവൈലബിൾ പ്രോഫിറ്റ്. ഇനി അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് 5:4:3. അപ്പോൾ നമ്മൾ ഇങ്ങനെ റേഷ്യോ കാണുമ്പോൾ അതായിട്ട് ഡയറക്റ്റ് എടുക്കരുത്. ഇവിടെ അഗ്രിമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യണം. ഓൾറെഡി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5:4:3 എന്നുള്ളതിൽ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈക്വലായിട്ട് എടുക്കണം, ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് 26,267 വരും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓപ്ഷനിൽ ചിലപ്പോൾ അത് തന്നിട്ടുണ്ടാവില്ല. 26,267 ഫോർ പാർട്ണർ ബി ആൻഡ് സി ആൻഡ് 27,466 ഫോർ പാർട്ണർ എ. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ പാർട്ണർ എക്ക് ആ ഇൻട്രസ്റ്റ് ലോൺ കൂടി കിട്ടും. അപ്പോൾ ഈ പാർട്ണർ ഷെയർ പ്ലസ് ആ 1,200. അപ്പോൾ 27,466. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യരുത്. ഇത് നമ്മൾ ഡയറക്റ്റ് 80,000/3 ചെയ്താൽ ഇത് കിട്ടും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ആ ഇൻട്രസ്റ്റ് ഓൺ ലോണും കൂടി കുറച്ചിട്ട് അത് ഡിവൈഡ് ബൈ 3 ചെയ്യണം. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ ആണ് എടുക്കേണ്ടത്, അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്തെടുക്കണം. അടുത്ത കേസ്, XYZ are partners in a firm. At the time of division of profit, there was a dispute between the partners. The profit before interest on partners' capital was 6,000 and X wanted interest on capital at 20% capital contribution was 1 lakh as compared to that Y and Z was 70,000 and 50,000 respectively. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് 6,000 ആണ്. എന്നിട്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അഗ്രിമെൻറ്റിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പ്രോഫിറ്റ് 6,000 ആണ്. പിന്നെ ഇവിടെ റേഷ്യോയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈക്വലി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രോഫിറ്റ് ഓഫ് 6,000 വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി വിത്ത് നോ ഇൻട്രസ്റ്റ് ഓൺ ഓർ എയ്തർ ക്യാപിറ്റൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, XYZ are partners in a firm. At the time of division of profit for the year, there was a dispute between the partners. Profit before interest on partners' capital was 6,000 and Y determined interest at 25% on his loan of rupees 80,000 and there was no agreement to this point. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ സെയിം ആപ്ലിക്കബിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 80,000 ലോൺ തന്നിട്ടുണ്ട്. അപ്പോൾ 80,000-ൻ്റെ 6% 4,800 രൂപ ലോൺ കൊടുക്കണം. അത് തന്നിരിക്കുന്നത് Y ആണ് ലോൺ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് 6,000 ആണുള്ളത്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് 6,000-ൽ നിന്ന് 4,800 കുറയുമ്പോൾ ബാലൻസ് 1,200 രൂപയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 3 പേരുണ്ട്. അപ്പോൾ ഒരാൾക്ക് 400 വെച്ച് കിട്ടും. Yക്ക് പ്ലസ് ആ ഇൻട്രസ്റ്റ് കൂടി കിട്ടും, 5,200 രൂപ കൂടി കിട്ടും. അപ്പോൾ ₹400 ഫോർ X, 5,200 ഫോർ Y ആൻഡ് 400 ഫോർ Z. അപ്പോൾ ഇങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. ഇപ്പോൾ അഗ്രിമെൻറ്റ് പ്രകാരമാണെങ്കിൽ 24% അഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 24% കൊടുത്തിരിക്കണം. ഇവിടെ നോ അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 6% എടുത്തത്. അടുത്തത്, XYZ are partners in a firm. At the time of division of profit for the year, there was a dispute between the partners. Profit before interest on partners' capital was 6,000 and X demanded minimum profit of ₹5,000 as his financial position was not good. However, there was no return agreement. Profit to be distributed XYZ will be. അപ്പോൾ ഈ ഒരു കേസിൽ XZ പറയുകയാണ് അദ്ദേഹത്തിന് 5,000 അദ്ദേഹത്തിന് മിനിമം വേണമെന്ന് പറയുകയാണ്. പക്ഷേ നമ്മൾ അഗ്രിമെൻറ്റിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈക്വലി ആയിട്ടാണ്. അഗ്രിമെൻറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6,000 ഈക്വലി ഡിവൈഡ് ചെയ്തെടുക്കും. അപ്പോൾ ആൻസർ 2,000 to each partners.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് ലഭിക്കാൻ വേണ്ടി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. dmfs എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഈ MCQസിൻ്റെ ഇത് PDF ഉണ്ടാവില്ല, കാരണം ഇത് ഡയറക്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ CA മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, CA മെറ്റീരിയൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സമ്മറി കിട്ടും, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ടോട്ടൽ കിട്ടും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ താഴെ സമ്മറി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതുപോലെ സമ്മറി ആയിട്ട് നമുക്ക് അറിയാനും പറ്റും. എന്നിട്ട് തൊട്ട് താഴെ അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ അതുപോലെ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് CA മെറ്റീരിയൽ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.